Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോപ്പി അറേനെ കുറിച്ചാണ്. കോപ്പി അറേ പറഞ്ഞാൽ കോപ്പി എന്ന മോഡിഫൈഡ് ടൂളിലുള്ള ഒരു സബ് ഓപ്ഷൻ ആണ് അറേ, കോപ്പി അറേ. അതാണ് കോപ്പി അറേ എന്ന് പറയുന്നത്. ഞാനിവിടെ ഒരു ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റിന്റെ എനിക്ക് ലീനിയർ ആയിട്ട് കോപ്പി ചെയ്യേണ്ട ആവശ്യം പെട്ടെന്ന് വരികയാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് കോപ്പി അറേ. ഞാൻ ജസ്റ്റ് ടൂൾ ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, അതിനുശേഷം കോപ്പി CO ടൈപ്പ് ചെയ്തു. ആ കോപ്പിക്ക് നമ്മൾ ബേസ് പോയിന്റ് ആദ്യം ടൈപ്പ് ചെയ്തിടണം. ഇവിടുന്നാണ് കോപ്പി ചെയ്യേണ്ടത്. ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി അറേ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ അറേയുടെ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ എത്ര നമ്പർ ഓഫ് കോപ്പിയാണ് നമ്മൾ വേണ്ടതെന്ന് ചോദിക്കുന്നത്. നമ്പർ ഓഫ് ഐറ്റംസ് ഇതിന്റെ ഉള്ളിൽ എനിക്കിപ്പോ ഇതിപ്പോ ഒരു കാറ് ആയിരിക്കുക, കാറ് പാർക്ക് ചെയ്യേണ്ട സ്ഥലം ഇത്ര ഉണ്ട് ആയിരിക്കുക, അതിന്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്നായിരിക്കുക. ഇതിന്റെ അകത്ത് എനിക്കൊരു 6 വെഹിക്കിൾസ് പാർക്ക് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 6 ടൈപ്പ് ചെയ്യുക, അതിനുശേഷം എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ വീണ്ടും ഒരു ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കറക്റ്റ് 6 ആണെങ്കിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ ഫിറ്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഫിറ്റ് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കിട്ടാൻ വേണ്ടി ജസ്റ്റ് F ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. അല്ലെങ്കിൽ ഫിറ്റിന്റെ അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഫിറ്റ് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം കണ്ട ഹൊറിസോണ്ടൽ ഡയറക്ഷനിലേക്ക് ജസ്റ്റ് ഫിറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ലാസ്റ്റത്തെ ഓപ്ഷനിൽ ലാസ്റ്റത്തെ ഒബ്ജക്റ്റ് ആണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക. അപ്പൊ ആ ലാസ്റ്റത്തെ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് എനിക്ക് ഇതിന്റെ അകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ച് ഇതിന്റെ ഓരോ ഒബ്ജക്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഇവിടെ ഓരോ വെഹിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫിറ്റ് ആയിരിക്കും. നമുക്ക് അതിന് പകരം ഫിറ്റ് അല്ലാണ്ട് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ഫിറ്റ് അല്ലാണ്ട് കോപ്പി ചെയ്യാൻ ജസ്റ്റ് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, കോപ്പി ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം ഞാൻ ബേസ് പോയിന്റ് ഇതിന്റെ ഒരു സെന്റർ, ഈ സർക്കിളിന്റെ സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എനിക്ക് ഹൊറിസോണ്ടലില് ഓരോ വെഹിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് അത് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആദ്യം അറേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്പർ ഓഫ് ഐറ്റംസ് എനിക്ക് ഫോർ മതി, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ്. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ്, ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് ഡിസ്റ്റൻസ് എത്രയാണ് വേണ്ടതെന്ന് ഞാൻ ഈ പെർപെൻഡിക്കുലർ മോഡ് ഓഫ് ആക്കിയിട്ട് കൊടുത്തു. അപ്പൊ എനിക്ക് കണ്ട എങ്ങനെ വേണമെങ്കിലും വെച്ചാൽ എനിക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹൊറിസോണ്ടലാണെങ്കിൽ ഹൊറിസോണ്ടല് ചെരിഞ്ഞിട്ട്, അതായത് ആംഗിളിൽ കൊടുക്കണമെങ്കിൽ ആംഗിള്, താഴേക്ക് വേണമെങ്കിൽ താഴേക്ക് കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ ആ ഡിസ്റ്റൻസ് ഇപ്പൊ ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാനിപ്പോ ഒരു 150 കൊടുക്കണം. 150 ടൈപ്പ് ചെയ്തു. ആംഗിള് കൊടുക്കണമെങ്കിൽ ഞാൻ ആദ്യം ഡിസ്റ്റൻസ് ടൈപ്പ് ചെയ്തതിനു ശേഷം ഇതെനിക്ക് ലോക്ക് ചെയ്യണം. അപ്പൊ ടാബ് കീ പ്രസ് ചെയ്യുക. അപ്പൊ ഡിസ്റ്റൻസ് ലോക്കായി. ഇനി ആംഗിൾ എനിക്ക് 0 മതി, ഹൊറിസോണ്ടൽ തന്നെയാണ് വേണ്ടെങ്കിൽ ജസ്റ്റ് 0 ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. അപ്പൊ കണ്ട കറക്റ്റ് 4 ഇതില് പ്ലേസ് ആയി. എനിക്കിനി ഒരു ആംഗിളിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടി വരിക. അപ്പൊ ഈ ഒബ്ജക്റ്റ് ജസ്റ്റ് സെലക്ട് ചെയ്യുക, അതിനുശേഷം കോപ്പി കമന്റ് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം ബേസ് പോയിന്റ് ആണ് ചോദിക്കുന്നത്. ബേസ് പോയിന്റ് ഞാൻ ജസ്റ്റ് ഈ ഒരു സർക്കിളിന്റെ സെന്റർ പോയിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഇനി അറേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം എൻ്റർ അടിക്കുക. ഇനി നമ്പർ ഓഫ് ഐറ്റംസ് ചോദിക്കുന്നുണ്ട്. എൻ്റെ നമ്പർ ഓഫ് ഐറ്റംസ് ഞാനിപ്പോൾ ഒരു 5 ടൈപ്പ് ചെയ്തു. 5 ടൈപ്പ് ചെയ്തതിനു ശേഷം ജസ്റ്റ് എൻ്റർ അടിച്ചു. അതിനുശേഷം നമുക്ക് എത്ര ആംഗിളിലാണ് വേണ്ടത്. ഇപ്പൊ ആംഗിൾ കുറച്ച് ചെരിഞ്ഞിട്ട് വേണമെങ്കിൽ ചെരിഞ്ഞിട്ട് കൊടുക്കാം. ഡിസ്റ്റൻസ് ഇപ്പോൾ ഞാനൊരു 150 കൊടുത്തിരിക്കുക. ഈ ഒരു ആംഗിൾ എത്ര 5 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ഇപ്പോൾ ഒരു 200 കൊടുത്തിരിക്കുക. 200 ഞാൻ ഡിസ്റ്റൻസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടാബ് ബട്ടൺ പ്രസ് ചെയ്തു. ഇനി ആംഗിൾ 5 ഡിഗ്രിക്ക് വരെ ഞാൻ ഒരു 7 ഡിഗ്രി കൊടുത്തിരിക്കുക. 7 ഡിഗ്രി കൊടുത്ത് ജസ്റ്റ് എൻ്റർ കൊടുത്തു. കണ്ടോ, അപ്പൊ ഈ ഓരോ ഒബ്ജക്റ്റ് തമ്മിൽ ഈ ഓരോ വെഹിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 200ഉം അവ തമ്മിലുള്ള ഒരു ആംഗിൾ, അതായത് ഓരോ ഒബ്ജക്റ്റിനും അടുത്ത ഒബ്ജക്റ്റിലേക്ക് ഒരു 5 ഡിഗ്രി അല്ല 7 ഡിഗ്രി നമ്മൾ കൊടുത്തു. അപ്പൊ ആ കൊടുത്തതിനനുസരിച്ച് വ്യത്യാസം വരുന്നതാണ് പറ്റും. അപ്പൊ നമുക്കൊരു ലീനിയർ ആയിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ കോപ്പി അറേ മെത്തേഡ് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ ഫിറ്റ് കൊണ്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ ഓഫ് ഐറ്റംസ് കൊടുത്തിട്ട് ഓരോ ഒബ്ജക്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസും അതേപോലെ അവ തമ്മിലുള്ള ആംഗിൾ എത്രയാണ് വ്യത്യാസം വരുന്നത് അതും ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്.